നമസ്കാരം. അസുഖബാധിതയായി കിടപ്പിലായപ്പോഴും തന്നെ കാണാൻ വളർത്തുമകനായ കിച്ചു എത്തിയില്ലെന്ന വേദന സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കുകയാണ് രേണു സുധി. ശാരീരികമായി വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന താൻ മനക്കരുത്തുകൊണ്ട് മാത്രമാണ് പിടിച്ചു നിൽക്കുന്നതെന്ന് രേണു പറയുന്നുണ്ട്. തന്റെ രോഗാവസ്ഥയ്ക്ക് ശേഷം മകൻ ഋതുലിന്റെ മുഖത്തെ ചിരി പോലും മാഞ്ഞുപോയെന്നും അത് തന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടെന്നും രേണു പറഞ്ഞു. ഞാൻ എന്ത് ദ്രോഹം ചെയ്തിട്ടാണെന്ന് അറിയില്ല. 11 വയസ്സ് തൊട്ട് നോക്കിയൊരു കുട്ടിയുണ്ട്. അവൻ ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഞാനിത് പറഞ്ഞാൽ വലിയ വിവാദമാകുമെന്ന് എനിക്കറിയാം. പക്ഷേ വിവാദമാക്കാൻ പറഞ്ഞതല്ല. അവനോട് എനിക്ക് കുഴപ്പമില്ല. ക്ഷമിക്കുക, ആരും വിവാദമാക്കരുത്. എൻ്റെ റിധപ്പൻ എന്നെ അന്വേഷിക്കുന്നുണ്ട്. ഒരുപാട് പേര് എന്നോട് കിച്ചു വന്നോന്ന് ചോദിച്ചു. ഇല്ല, വന്നിട്ടില്ല. വന്നു എന്നത് വ്യാജ വാർത്തയായിരുന്നു. എന്തോ ആകട്ടെ, കിടക്കയിൽ കിടക്കുമ്പോൾ ഒന്ന് വന്ന് കാണാൻ ആർക്കാണേലും ആഗ്രഹം കാണില്ലേ? എത്രയോ പേർ എന്നെ കാണാൻ വരുന്നു. ഇൻഫെക്ഷൻ വരാതിരിക്കാൻ മാസ്ക് ഒക്കെ വച്ച് വാതിലിലാണ് അവർ വന്ന് കണ്ടിട്ട് പോകുന്നത്. ഒത്തിരി കൈത്താങ്ങലുകളുണ്ട്. ഇവരോടൊക്കെ എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അതിനിടയിൽ വാശി കയറി അങ്ങോട്ടും ഇങ്ങോട്ടും വിവാദങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ട്. എനിക്ക് അവരോട് ഒന്നും പറയാനില്ല എന്നായിരുന്നു രേണു സുധിയുടെ വാക്കുകൾ. യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു രേണുവിന്റെ പ്രതികരണം. അതേസമയം ഫസ്റ്റ് കീമോ സ്റ്റാർട്ട് ചെയ്തു. ഞാനിങ്ങനെ കിടക്കുന്നത് എനിക്ക് നേരെ ഇരിക്കാൻ വയ്യ. ഇരുന്നു കഴിഞ്ഞാൽ ഞാൻ ഛർദിക്കും. ഛർദിക്കുക തന്നെയല്ല, ലൂസ് മോഷൻ ആണ്, തലകറക്കമാണ്, പിടലിയെല്ലാം പൊട്ടി, പിടലിയുടെ സൈഡെല്ലാം പൊട്ടി. ഇന്നാ ഞാൻ കാണുന്നത് തൊണ്ടയുടെ ഇവിടെ പൊട്ടി. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളാണ്. അതുപോലെ ഈ പീക്ക് ലൈൻ ഒന്ന് ജസ്റ്റ് ബ്ലീഡിംഗ് ആയി ചെറുതായിട്ട്. ഞാൻ ബാത്റൂമിൽ പോയപ്പോൾ പറ്റിയതാ. ഹോസ്പിറ്റലിൽ പോയി അത് ക്ലീൻ ചെയ്തു. അപ്പോ അവര് പറഞ്ഞു, ഇനിയിപ്പോ ഇങ്ങനെ എന്തെങ്കിലും വന്നാൽ അത്രയും ദൂരെ വരണ്ട, ഇവിടെ എവിടെയെങ്കിലും ക്ലീൻ ചെയ്യാൻ പറഞ്ഞു. കീമോ ഒരു പേടിയുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആലോചിച്ചു, ക്യാൻസർ സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയില്ല. ക്യാൻസറിന് എനിക്ക് പേടിയില്ല. പക്ഷേ ഈ അവസ്ഥ, എൻ്റെ കുഞ്ഞ്, എൻ്റെ വീട്ടുകാർ, എൻ്റെ ചേച്ചി, ചേട്ടൻ, സഹോദരങ്ങൾ, എനിക്ക് ചുറ്റും നല്ല കുറച്ച് ആൾക്കാർ, ഇവരുടെ വേദനയാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. എനിക്ക് പേടിയില്ല, ഭയമില്ല. ക്യാൻസറിന് എനിക്ക് ഭയമില്ല. എൻ്റെ കണ്ടീഷൻ എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല. എന്താണെന്ന് പോലും എനിക്കറിയില്ല, രേണു സുധി പറയുന്നു. അതേസമയം എന്തോ ആകട്ടെ, കിടക്കുമ്പോൾ ഒന്ന് വന്ന് കാണാൻ ആർക്കാണെങ്കിലും തോന്നും. എന്നെ സ്നേഹിക്കുന്ന എത്രയോ പേർ എവിടുന്നൊക്കെ വരുന്നു. പിന്നെ എനിക്ക് ഇൻഫെക്ഷൻ പറ്റാത്തതുകൊണ്ട് മാസ്ക് ഒക്കെ വച്ചിട്ടാണ് എൻ്റെ റൂമിൻ്റെ വാതിലിൽ നിൽക്കുന്നതൊക്കെ. എനിക്ക് ഒത്തിരി കൈത്താങ്ങൽ കിട്ടി. വീട്ടുകാരെ പോലെ എൻ്റെ മാനേജർ കരീഷ്മ. മാനേജർ എന്ന് ഞാൻ പറയുന്നില്ല, എൻ്റെ സഹോദരിയാണ്. അതുപോലെ ഇപ്പോൾ ഈ ക്യാമറ എടുക്കുന്നത് എൻ്റെ ഒരു സഹോദരനാണ്. അവൻ ഒരു പ്രതിഫലം പോലും ചോദിക്കാതെയാണിത് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് ഇവരോടൊക്കെ എങ്ങനെയാണ് നന്ദി പറയേണ്ടത് എന്നറിയില്ല. ഒരുപാട് പേർ എന്നെ സ്നേഹിക്കുന്നവരുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കയറി അങ്ങോട്ടും ഇങ്ങോട്ടും വിവാദങ്ങൾ ഉണ്ടാക്കുന്നവരുമുണ്ട്. എനിക്കൊന്നും പറയാനില്ല. ആർക്കും ക്യാൻസർ രോഗം വരരുതേ എന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളൂ, രേണു സുധി പറയുന്നു.